നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മൊകേരി ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, ജൈവവൈവിധ്യ ബോർഡ്, ആകാശവാണി കണ്ണൂർ എന്നിവയുടെ നേതൃത്വത്തിൽ അധിനിവേശ സസ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. ജൈവവൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അധിനിവേശ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വ്യാപനം നിയന്ത്രിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ, ജൈവ വൈവിധ്യ ബോർഡ്, ആകാശവാണി കണ്ണൂർ എന്നിവയുടെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ ബ്ലോക്ക് തലങ്ങളിലും ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കും. അപകടകാരികളായ അധിനിവേശ സസ്യങ്ങളെയും ജീവികളെയും പരിചയപ്പെടുത്തുന്ന ചെറു വീഡിയോകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കും. ഇവയുടെ നിയന്ത്രണ രീതികളും വീഡിയോ തയ്യാറാക്കി പ്രചരിപ്പിക്കും. ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാന മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തതിൽ ആത്മാർത്ഥമായി പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ്. സാധാരണ ഒരു പഞ്ചായത്ത് ഇങ്ങനെയുള്ളൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു സെമിനാർ നടത്താറില്ല. ഞാൻ കേരളത്തിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല അവസരങ്ങളിൽ ജൈവ വൈവിധ്യ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾക്കുമായി പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഇത്ര ധൈര്യത്തോടു കൂടി തെരഞ്ഞെടുത്ത് ഇത് ഇങ്ങനെ ഒരു സെമിനാറിൽ ഒതുക്കാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്തോ ആലോചിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും ഈ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. ഏതോ ഒരു ചാലകശക്തി പറഞ്ഞിട്ടുണ്ട്. സാധാരണ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള പക്കാ സയൻസ് അറിയാതെ ഈ ഒരു പ്രോജക്ട് നമുക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല. മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ വി സി ബാലകൃഷ്ണൻ, സസ്യ ഗവേഷകൻ ഡോക്ടർ ദിലീപ് പി, മഹാരാജാസ് കോളേജ് എറണാകുളം ഗവേഷക വിദ്യാർത്ഥി ശ്രീബിൻ കാട്ടൂർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അധിനിവേശ സസ്യങ്ങളുടെ പ്രദർശനവും മൊകേരി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ ഹരിത കേരള ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ സുഹദ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ, ആകാശവാണി കണ്ണൂർ നിലയത്തിലെ നിഖിൽ, മൊകേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജശ്രീ എം, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മൂന്നൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷൈനി, അനിൽ വള്ളിയായി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജയപ്രസാദ് മാസ്റ്റർ, കൃഷി ഓഫീസർ സുനിൽകുമാർ കൊയ്ലി എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി ടി എം സജിത് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു. സെമിനാറിൽ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കെ വി മെമ്മോറിയൽ പാനൂർ, പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, ചമ്പാട് ചോദാപൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ചുണ്ടങ്ങാപ്പോയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പാട്യം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ സയൻസ് വിദ്യാർത്ഥികളും കർഷക പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. സമഗ്ര ന്യൂസ്, പാനൂർ.